അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം ആൻഡ് 2 ആണ്. ഗ്രാനി 2 നമ്മൾ പിന്നെ ഒരു ദിവസം കളിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലെ ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചാൽ 300 ലൈക്കാണ്. നിങ്ങൾ 300 ലൈക്ക് തരാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഐസ്ക്രീം ആൻഡ് 3 അല്ലെങ്കിൽ ഗ്രാനി 2 കളിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മടുപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ഇതാ ഇവിടെ ഡിസംബർ 1982 ഈ മഞ്ഞുടുപ്പിട്ട ആളാണ് നമ്മള്. അപ്പൊ മഞ്ഞുടുപ്പിട്ട കുട്ടിയാണ് നമ്മളാണ് ഇവിടുത്തെ മെയിൻ ഹീറോ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഐസ്ക്രീം വരെ പടമൊക്കെ വരച്ചോണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മളവിടുത്തെ ഒരു ഹീറോ പോലെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്കൊരു പിടിയില്ല. അപ്പൊ വിൻഡ് തുറക്കാൻ പറയുന്നുണ്ട്. തുറന്നു നോക്കാം. ഇത് നമ്മളെ കൂട്ടുകാരിയാണ് കേട്ടോ. നമ്മുടെ പേര് ജെ എന്നാണ് കേട്ടാ. നമ്മളോട് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. ഇവരെന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഐസ്ക്രീം എന്ന ഉദ്ദേശം അതല്ലേ. ഈ കുട്ടിക്ക് അറിഞ്ഞൂടോ. കുട്ടികൾ തിരിഞ്ഞോക്ക് പറയുന്നുണ്ട്. കുട്ടി തിരിഞ്ഞോക്കിയാൽ അറിയാൻ പറ്റുന്നത് നമ്മൾ ഇതേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ നമ്മൾ ഒളിച്ചിരുന്നിട്ടുണ്ട്. നമുക്ക് വേറെ ഐഡിയ ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ആ കുട്ടിയെ രക്ഷിക്കണം. നമ്മളെ കൂട്ടുകാരൻ്റെ അനിയത്തിയാണ് ആ കുട്ടി. അപ്പം നമുക്ക് ഇവിടെ റോപ്പ് ബെഡാണ് കേട്ടോ കാണിക്കുന്നത്. ബ്ലാങ്കറ്റാണ് കേട്ടോ നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. അയ്യോ കുറച്ച് ഇത്ര നേരം ഇല്ലാത്ത. ഓക്കെ, നമുക്ക് പറയായിട്ട് പോവാം. അവിടെ മുന്നേ മാപ്പ് വീണ് കിടപ്പുണ്ട്. ഇവിടെ ഒരു മാപ്പ് കിടക്കുന്നുണ്ട്. ആ മാപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഐസ്ക്രീമാൻ അണ്ണൻ എങ്ങോട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. എടുക്ക്. ഇവിടെ ഉണ്ടാവും ആള്. തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ആള് നമ്മളെ കണ്ട നമ്മളെയും കൊല്ല. അയാളൊരു കില്ലറാണ്, ഐസ്ക്രീം കില്ലറാണ് അങ്ങേര്. പോണണ്ടേ? പക്ഷേ അങ്ങനെ പോണ ഞാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് പോയാടി. നമുക്ക് ഫസ്റ്റ് പോകേണ്ട സ്റ്റാളിലോട്ടാണ് കേട്ടോ. സ്റ്റാളിൽ പോയിട്ട് കുറെ പരിപാടി ഇട്ട് നമുക്ക് KG കിട്ടുകയും നമുക്ക് കാര്യം എന്തരാണെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു കട്ട് സീൻ ഉണ്ട്. അത് മാർച്ച് 1954 ഈ കുട്ടി ഇന്നിങ്ങനെ കരയുന്നുണ്ട്. കരയുന്ന എന്നെ ചിരിക്കാൻ. എല്ലാവരും എന്തുകൊണ്ട് ഇത്ര വ്യത്യാസനാകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഞാൻ അധികം കഴിക്കാറില്ല. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ തടിയനായിട്ടിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ അച്ഛൻ കൊടുത്ത സ്പെഷ്യൽ ഐസ്ക്രീം കഴിച്ചിട്ടാണ് അവൻ അങ്ങനെ ആയത്. എല്ലാവരും കളിയാക്കുന്നുണ്ട് തടിയെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് എല്ലാവരും ഞാൻ വ്യത്യാസിപ്പിക്കുന്നത് കണ്ട. എല്ലാവരും എന്തൊരു കളിയാക്കാണ്. ഇങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല സത്യത്തിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഐസ്ക്രീം മാനാണ് കേട്ടോ. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി ഐസ്ക്രീം മാനാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ വന്നപ്പോ കണ്ടു കഴിച്ചു. എന്തിനടി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവിടെ തന്നെ നിന്നത്. ഓ ഗൈസ്, നമുക്ക് ഇങ്ങോട്ടാ കയറേണ്ടത്. നമുക്കൊരു പ്ലേയേഴ്സ് കിട്ടിയ കാര്യം സെറ്റാവും. ഇപ്പൊ വരൂ ആള്. ഇതിപ്പോ വരൂ. എടി ഇപ്പൊ വരൂടി. ജസ്റ്റ് മിസ് ഗൈസ്. ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് ഒളിക്കാനുള്ള ഒരു സ്ഥലമില്ലായിരുന്നു. ആളെവിടെ പോയെന്ന് അറിയാൻ വയ്യ. ഇവിടെയൊക്കെ ഞാൻ കറങ്ങി നോക്കി. ആള് വന്ന് നമുക്ക് അവിടെ ഒരു സാധനം കട്ട് ചെയ്യാനുണ്ട് ഈ പ്ലേയേഴ്സ് വെച്ചിട്ട്. എന്റെ മുന്നോ അടി അല്ലാതെ പോകാൻ പറ്റുന്നില്ല. അയ്യോ നമ്മൾ നോക്കിക്കൊണ്ട പറ്റുന്നില്ല. അയ്യോ ആളടുത്ത് ഈ പിറകെ തിരിഞ്ഞ് നോക്കാത്ത ജോലി ചെയ്യും. ഇപ്പത്തെ ആളങ്ങ് പിടിക്കും. എന്തൊക്കെ ജസ്റ്റ് മിസ്. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ സിനിമ തിയേറ്ററിലാണ് ഗൈസ്. ഇവിടെ ഇത്രയും പേടിക്കേണ്ട. ഈ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കൊച്ചു സ്ഥലമല്ലേ. അവിടെ അവന്റെ വീട് അവിടെയാണ് ഗൈസ്. എന്തൊക്കെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോപ്പ് സിനിമ തിയേറ്റർ ആണ്. നമുക്ക് അവിടെ എത്തിയിട്ട് എന്തിനാവെന്നൊക്കെ നോക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു പെർഫ്യൂം പിന്നെ ഒരു അലവറഞ്ച് കൂടി കണ്ടെത്താനുണ്ട്. ക്യാൻഡിൽസ് ഒക്കെ ഇനിയും ഉപയോഗമാവുന്നത്. അത് ആദ്യം അവൻ എവിടെയെന്നൊക്കെ ഇങ്ങനെ നോക്കണം. അയ്യോ നോക്കിയപ്പോ തന്നെ നമ്മള് പെർഫ്യൂം കിട്ടി ഗൈസ്. നമ്മളെ ഡിക്കിയൊക്കെ ഒന്ന് തുറന്നു നോക്കി. കാല് പോണുണ്ടോ ആള്? ഇവിടെ കണ്ടാ പോണുണ്ടോ? ഇത്ര പെട്ടെന്ന് കണ്ടോ ഗൈസ്? നമ്മളങ്ങനെ വിചാരിച്ചില്ല. അതിന് നമുക്ക് ഇങ്ങനെ പ്ലേയേഴ്സും തപ്പി പോവാം. ആള് ഇവിടെ പിന്നെ എനിക്ക് പേടിയില്ല. മറ്റേ സ്റ്റാൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ട കളി തന്നെ ആയിരുന്നു. അവിടെ ഉണ്ട് ആള്. ഇവിടെയൊക്കെ കയറി വരുമെന്ന് ആർക്കറിയാം. അവിടെ ഇല്ല. അവിടെ ഉണ്ട്. അവരവിടെ ഉണ്ട്. അതേക്കുറിച്ച് അവിടെ ഇല്ല. ഇങ്ങനെ എന്തൊക്കെയാ പറയണം. നമുക്കൊരു ഡിക്കി ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ
ഓ അതോ അവിടെ ഉണ്ട്. ഈ മ്യൂസിക് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, നമ്മൾ ഐസ്ക്രീം അണ്ണ നമ്മളെ കണ്ടു എന്നുള്ള മ്യൂസിക്. നീ അതായിരിക്കും ഓടിക്കൊണ്ട് ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് വാ. ആ അവൻ വരണ വരെ നോക്കി നിൽക്കല്ലേ നീ. ഈ ഫോൺ ഇച്ചിരി സ്റ്റക്കാവും ഗൈസ്, അവൻ അടുത്തെത്താം. അത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അത് പിന്നെ അവിടെ ഇല്ല ഗൈസ്, അവിടെ ഇല്ല. മുന്നേ ഇനിയിപ്പോ എവിടെ പോയി കിടക്കാം? എല്ലാ കാറും തുറന്ന് നോക്ക്. ഇവളിങ്ങനെ പറഞ്ഞ് എന്നെ കൂടി ഇതാക്കിയാണ്. എല്ലാ കാറും തുറന്ന് നോക്കിയാലും അവിടെ എന്തൊക്കെ ഇരിക്കുന്നു. പിക്കിൾസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തെത്തിയടി. ഇവനെ ഇങ്ങനെ ഗൈസ് ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുണ്ടായിരുന്നു. എടുക്കും മൊണ്ണേന്നാടാ പൊന്നേന്നാണ് നീ പറഞ്ഞ? ഞാൻ പൊന്നേന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇതും കൂടി കൊണ്ട് നമുക്ക് ഇവിടെ ആദ്യം പോകണ്ട. ഇതും കൊണ്ട് നമ്മൾ നേരെ സർക്കസ് നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. എന്റെ മോനെ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. സർക്കസ്. ഇനി നമ്മൾ പോകേണ്ടത് സർക്കസിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് സ്റ്റോപ്പ് സർക്കസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമ്മളിവിടുത്തെ ബിന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. നമുക്ക് അവിടെ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ കാണാതിരുന്ന് നമുക്ക് ഇതൊക്കെ നോക്കാം. അതെ, ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റക്ക് വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ ഗൈസ്, കളിച്ചെനിക്കുമ്പോൾ നല്ല സ്റ്റക്കായിട്ട് വരും. മണ്ടയിലായിരിക്കും കയറി പോണം മിക്കറ്. ഗൈസ്, കൂപ്പൺ കിട്ടി. ഈ കൂപ്പൺ വെച്ച് തുറക്കുമ്പം ഇവിടെ നമ്മളെ 2 കൂട്ടുകാരന്മാർ. ഇവരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രക്ഷിച്ചത്. ഇപ്പം ഇവനോട് നമുക്ക് ചോദിക്കാം, എന്ത് പറ്റിയേ? ഞാനൊരിടത്ത് കണ്ടെത്തിയ ഒരു അപൂർവ ഇനമുണ്ട്. തീർച്ചയായും ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എനിക്ക് മനോഹരമായ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങൾക്കത് തരാം. ഓക്കെ ഗൈസ്, അവനൊരു സാധനം കൊടുക്കാൻ പറയുന്നത്. നല്ലൊരു സാധനം അവന് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച പെർഫ്യൂം ആണ് അവന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അവൻ നമുക്കൊരു സാധനം തരും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ സാധനം അവന് കൊടുക്കാം. മൈക്ക് ഓക്കെ നല്ലതാണെന്ന് പറഞ്ഞത് മതി. നമുക്ക് വേറെ എന്തോ ഒരു സാധനം ഡോർനോബാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കാർ ഇട്ടിട്ട് ഇനി ഇവിടെ കുറച്ച് ജോലികളുണ്ട് കേട്ടാ. ഇനി നമുക്കുള്ള ജോലി നമ്മൾ നേരത്തെ ഐസ്ക്രീം ആൻ കയറിപ്പോയ സ്ഥലത്തിൽ നിന്ന് തന്നെയാണ്. ഇനി അവൻ അവിടെ നിന്ന് താഴെ ഇറക്കണ പരിപാടി എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞൂടെ. ഇവിടെ ഇനി ഉണ്ടാ അവൻ അവിടെ അല്ലേ കയറിപ്പോ? അവൻ ഇവിടെ അല്ലേ കയറിപ്പോയത്. ഇവിടെയാണ് നമുക്ക് ഇനി കയറിപ്പോകേണ്ട സ്ഥലം. അവിടെ തന്നെ ഇറങ്ങി. അവിടെ നമുക്ക് ക്യാറ്റ് ഫുഡും പിന്നെ ഒരു ഇതുണ്ടല്ലോ ആങ്ങർ, നമ്മൾ തുണിയൊക്കെ വിൽക്കാൻ. ആദ്യം ക്യാറ്റ് ഫുഡ് കൊണ്ട് ഇടാം, അപ്പൊ ഒരു സമാധാനം കിട്ടും. ആ ജോലി കഴിഞ്ഞല്ലോ. ആൾ വരുന്നുണ്ട്. ആൾ വന്നാൽ നമുക്ക് ഇവിടെ കൂടെ ക്രോസ് ചെയ്ത് പോവാം. പെട്ടെന്നാണ് ഗൈസ്. ഇവിടെ കയറി കഴിഞ്ഞാൽ അവൻ വന്നാൽ പിന്നെ പെട്ട് ഗൈസ്. പോവാൻ വേറെ ഇടമില്ല. ഇവിടേക്ക് കയറി നോക്കി തന്നെ എൻ്റെ അർത്ഥം. ആള് കേറി വന്ന് ഗൈസ്. ഇനി എന്തിരി നമ്മള് അതിന്റെ മണ്ടേ കൂടെ ഓടുന്നത് നല്ലത്. ഇതിന്റെ മണ്ടേ കൂടെ ഇവിടെ കൂടെ ഒരു ആങ്ങ എടുത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ആ കാര്യം ചെയ്യായിരുന്നു. അവൻ ആ സമയത്ത് നമ്മള് ജസ്റ്റ് മിസ്സാണ് ഗൈസ് രക്ഷപ്പെട്ടത്. ഇറങ്ങി ഗൈസ്. നമുക്ക് ആ സൈഡല്ലേ പോകണ്ട. നമുക്ക് അത് ഇവിടെ നമ്മൾ ക്യാറ്റ് ഫുഡ് ഡ്രോപ്പ് ചെയ്തേക്കാം. ഞാൻ അങ്ങ് നമ്മൾ ക്യാറ്റ് ഫുഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എവിടെ അവൻ? ഓക്കെ, അവൻ ആ മൂലയ്ക്ക് പോയി ഗൈസ്. ഇപ്പം നമുക്ക് നമ്മളെ പരിപാടി പെട്ടെന്ന് നമുക്ക് പോയി ആങ്ങർ എടുത്തിട്ട് വരാം. നമ്മൾ പോയേക്കുന്നുണ്ടോ? നമുക്ക് നമ്മൾ തുണി ഇരിക്കുന്ന ആ സാധനം ഹാങ്ങർ അത് തന്നെ. ഓക്കെ ഗൈസ്, പോയെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇതാണൊരു പരിപാടി. നമ്മൾ അലംബ്രഞ്ചൊക്കെ ഇനി അല്ല ഓക്കെ എന്തോന്നൊക്കെ പറഞ്ഞു തരണത്. ഓക്കെ ഗൈസ്, നമുക്ക് കേബിൾ ഇവിടെ കേബിൾ നേരത്തെ കാണിച്ചിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഇത്തിരി പൊട്ടിയെടുക്കുന്ന ആ ഭാഗത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തേക്കണം. ഇവിടെ വരുമെന്ന് നമുക്കറിയില്ല. വരും എന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് എത്തിയേക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു സ്മാൾ ഗ്യാസ് കിട്ടും. അതാണ് അത്. പക്ഷെ എടുക്കണമെങ്കിൽ നമുക്ക് അലാംബ്രഞ്ച് വേണം. അതാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചത്. അപ്പൊ അതും കൂടി പോയി എടുക്കുമ്പോ സീനാണ് ഒരു വരിയൊക്കെ. കണ്ട ഗൈസ്, ഈ സാധനം നമുക്ക് എടുക്കാം. പക്ഷെ അവന് ഇപ്പൊ ആ വഴി തുറന്നു വരാൻ പറ്റൂല. കൂട്ടിയിട്ടേക്കല്ലേ. അവൻ എവിടെയെങ്കിലും പോണം നോക്കിയിട്ട് നമുക്ക് പോവാം. അവൻ അവിടെ ഇല്ല ഗൈസ്. അവൻ അവിടെ ഇല്ലെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ തുറക്കുകയാണ്.
ഓക്കെ ഗൈസ്, ഇവിടെ എൻ്റെ പൊന്നെ, കുഴപ്പമില്ല, അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. ഇതും എടുത്തോണ്ട് അങ്ങ് ഓടാ അല്ലേ. അത് നമുക്ക് ക്യാറ്റ് ഫുഡ് കൊണ്ടുവയ്ക്കാം ഗൈസ്. അവൻ കണ്ടു വരുന്നുണ്ടടി. ഓക്കെ ഗൈസ്, ഇവൻ ഇങ്ങനെ ക്രോസ് ആയി നിന്ന് നമുക്ക് ഈ കാര്യം ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിനി എങ്ങനെ ചെയ്യും? ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ വരയിനകത്താക്കി നമുക്ക് എവിടെയെങ്കിലും പോയി നിൽക്കാം. അല്ല, മണ്ടേ പോകാം. ഈ സൈഡിൽ അത് കൂടെ അല്ലേ പോകേണ്ട, നമ്മൾ ഇങ്ങനെയല്ല ഇനി പോകേണ്ടത്. എനിക്ക് നിൽക്കാൻ തന്നെ ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉപയോഗിച്ചാണ് ഗൈസ് ഞാൻ നിൽക്കണത്. ഓ, വരണം നോക്കാം. അവൻ വരുമ്പോൾ മണ്ടേ കയറി പോവും, എന്നിട്ട് മണ്ടേ അവൻ എങ്ങോട്ട് പോയെന്ന് നോക്കും, എന്നിട്ട് ആ ഒരു തക്കം നോക്കി നമുക്ക് അതാണ് ചെയ്യാം. ഞാൻ മണ്ടേ കൂടെ നോക്കിയാൽ നമ്മൾ ഐസ്ക്രീം വരെ നമുക്ക് പോകാനുള്ള വഴിയിൽ അവന് പോവാൻ ഇടാൻ കിട്ടത്തുള്ളൂ. നമുക്ക് പോവേണ്ട വഴി അവിടെ നമുക്ക് പോവേണ്ടത്. അവിടെ അവൻ്റെ ഐസ്ക്രീം ഒരു കുന്ന്, അവിടെ പോയി തന്നെ അവന് നിൽക്കണം. അവന് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോട്ടെ, അപ്പം നമുക്ക് ആ സമയം കൊണ്ട് അങ്ങോട്ട് കയറാം. ഇവിടെ അതാ വരുന്നു. കണ്ടാ നീ എന്ത് ചെയ്യും? കണ്ടാ നമുക്ക് ഓടി എങ്ങനെയെങ്കിലും. ഓക്കെ ഗൈസ്, ഇപ്പാണ് നമ്മളെ കണ്ടത്. അപ്പം നമുക്ക് വണ്ടിയിലോട്ട് പോവാം. വരുന്നുണ്ട്, ഞാൻ കണ്ട്. കണ്ട ഗൈസ്, അവൻ താഴെ കണ്ട. താഴെ കണ്ട് അവൻ ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്. പോകാൻ തന്നെ നല്ലത്. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അങ്ങ് പോയേക്കാന്ന്. അവൻ എന്തെങ്കിലും അവൻ നിന്ന് ചാവട്ട്. ഇവിടെ എങ്ങനെ അവൻ കയറി വന്നാൽ പിന്നെ പെട്ട് ഗൈസ്. നമുക്ക് ഡോർ എന്താണെങ്കിലും അടയ്ക്കാം. നമുക്ക് ഈ എടുക്കണത് അറിയില്ല നിങ്ങൾക്ക് എന്തരാണെന്ന്. ഈ വീടിന് മുന്നേ വരുമ്പോൾ നമുക്ക് കളി കുറച്ച് പേടിയാണ് ഗൈസ്. ഈ സ്ക്രൂ ഒക്കെ നമ്മൾ ഇതുകൂടെ എടുക്കണം. അപ്പോൾ ഇവനിവിടെ വന്ന ഓക്കെ ഗൈസ്, ഇവൻ ഇവിടെ എവിടെ ഇല്ല. അപ്പം നമ്മൾ ക്യാറ്റ് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര നേരം അവിടെ നിൽക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നേരെ അങ്ങോട്ട് സെമിത്തേരി അല്ലേ? ഇനി നമുക്ക് സെമിത്തേരിയിലാണ് ഗൈസ് പരിപാടി. സ്റ്റക്കടേ. സെമിത്തേരി പോയിട്ട് ഒരു ക്യാറ്റ് ഫുഡ് നമ്മൾ നേരത്തെ ഒരു ക്യാറ്റ് ഫുഡ് എടുത്തില്ല. ആ ക്യാറ്റ് ഫുഡ് അവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞി പൂച്ചക്കുട്ടി വരും. അതിനെടുത്തോണ്ട് നമുക്കിനി ബാക്കി സ്ഥലത്തോട്ട് പോവാം. ആ ഒരു സ്ഥലത്ത് അത്രേ ഉള്ളൂ ജോലി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സെമിത്തേരിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ക്യാറ്റ് ഫുഡ് എടുക്കാം. ആദ്യം ക്യാറ്റ് ഫുഡ് എടുക്കാം. ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, ആ പൂച്ചക്കുട്ടി നമുക്ക് എടുക്കണം. അതിനാണ് നമുക്ക് ക്യാറ്റ് ഫുഡ് എടുത്താലേ അതിനെ ലയിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വെച്ചെടുക്കാം. ഇവിടെ ഐസ്ക്രീം മാൻ ഏത് വഴി കൂടെ വരണമെന്ന് നമുക്ക് ഒരു ഇല്ല. പൂച്ച പെട്ടെന്ന് എടുക്കുക. കണ്ടാടെ എവിടെ ജസ്റ്റ് മിസ്. എന്നിട്ട് ആ മ്യൂസിക് വന്നില്ലല്ലോ എന്നാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിടിക്കേണ്ടതായിരുന്നു തന്നെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് സിനിമയിലാണ് ഗൈസ് ഇനി നമ്മൾ പോകേണ്ടത്. സിനിമയിൽ പോയിട്ട് അവിടെ ഒരു പൂച്ച വെച്ച് നമുക്കൊരു അലാറം എടുക്കാനുണ്ട്. ആ അലാറം നമ്മൾ എടുക്കണം. അതാണ് ആ അലാറമാണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത്. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നും സിനിമയിലെ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം മാൻ വേറെ എവിടെയെങ്കിലും ഇതാകുമ്പോൾ നമുക്ക് സെമിത്തേരി ശരിക്കും പേടിയാവുന്ന സ്ഥലമാണല്ലേ. അവിടെ ഇച്ചിരി പേടിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടെ എവിടെയെങ്കിലും ആളുണ്ടാകും. നമുക്ക് ഇങ്ങനെ നോക്കി പോകാം ഗൈസ്. ഐസ്ക്രീം മാൻ ഇറങ്ങുമ്പോൾ ആ തക്കം നോക്കി നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് അലാറം ക്ലോക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആണോ? ചിലപ്പോൾ നമുക്ക് എടുക്കാനുള്ള റൂമിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ല ഉണ്ടാവുമെന്ന്. അവിടെ തന്നെ ഉണ്ടായിരുന്നോ? വരുന്നുണ്ടോ? മ്യൂസിക് വരുന്നില്ലല്ലോ വന്നിട്ട്. കണ്ട് ഇനി നമ്മൾ കറങ്ങി തിരിച്ച് പോകണം ഗൈസ്. അത് തന്നെ നമുക്ക് അതിന് നമ്മളെ ബുദ്ധിയാണ് ഗൈസ്. നമ്മളല്ലേ നമ്മൾ ഈ ഗെയിമിലെ തന്നെ ഹീറോ നമ്മളല്ലേ. ഓക്കെ, ആണ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിത് കൊണ്ട് വെച്ചിട്ട് വരാം. അല്ല പിന്നെ നമ്മളോടാ കളി. നമുക്ക് പോവാം. പെട്ടെന്ന് എടുക്കണം ഗൈസ്. അതുകൊണ്ട് ഈ അല്ലാതെ നമ്മൾ എടുക്കേണ്ടത്. ഈ പൂച്ച വന്നാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അവനെവിടെ?
അവൻ എവിടെയും നമ്മളിങ്ങനെ നോക്കി നോക്കി പോകണം ഗൈസ്. എന്തിന് എനിക്ക് കയറി പോയാൽ പോരെ? ചിലപ്പോൾ പക്കം നിന്ന് ക്ലോസ് ചെയ്താലോ. അവിടെ ഉണ്ട്, നമ്മളെ കണ്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം. ഈ പെണ്ണ് കടന്ന് വിളിക്കുന്ന ധൃതിപ്പെടാതെ വേണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ഇനി മുഴുവൻ പണി നമ്മളെ സെമിത്തേരിയിലാണ്. നമ്മളല്ല സെമിത്തേരിയിലാണ് മുഴുവൻ പണിയുള്ളത്. അത് ഇത്തിരി സീനാണ് ഗൈസ്. കുറെ ജോലി ചെയ്യാനുണ്ട്. അത് ഈ സെമിത്തേരി തന്നെ ആയിപ്പോയല്ലോ. എന്തൊരു കട്ട് സീൻ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. എന്താ കൊച്ചുകുട്ടി നീ ഇങ്ങനെ കരയുന്നത്? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അതെ, അത് സത്യമാണ്. നീയും ഞാനും ഒരേപോലെയാണ്. അത് വളരെ ശരിയാണ്. കാര്യം ഇതാണ്, വളരെ കുഞ്ഞിലെ ഞാനും നിന്നെ പോലെ വളരെ ചെറുതും നിസ്സഹായമായിരുന്നു. ഞാനത് വല്ലാതെ ഓർക്കുന്നു. അതെ, നിങ്ങളത് ഓർക്കണം. അപമാനങ്ങൾ, മർദ്ദനങ്ങൾ, വൃത്തികെട്ടതുമായ എല്ലാ കുട്ടികളും ഇല്ല, നീ ക്ഷമയോടെ ഇരിക്കുക. ആദ്യം നീ നന്നായി കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. നരകം പിടിച്ച ആ സ്കൂളിൽ നിന്ന് പുറത്തു വരിക, അതാ നിനക്ക് നല്ലതുപോലെ. താഴേക്ക് ഇറങ്ങരുത്. ഒടുവിൽ നീ മുന്നോട്ട് വരും, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ അച്ഛനോട് സഹായം ചോദിക്കട്ടെ? ഇല്ല, അവൻ നിന്നെ ശ്രദ്ധിക്കില്ല. നീ പിന്നീട് കാണുന്ന പല രഹസ്യങ്ങളും അവൻ മറക്കുന്നു. നീ അവനെ പോലെ ഐസ്ക്രീം മേക്കറായി മാറും. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം മോനെ. നീ അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് നീ കണ്ടെത്തണം. ഒരു അപ്രതീക്ഷിത സഹായം നിന്നെ തേടിയെത്തും. നിന്റെ അമ്മ ഒരു കത്തിലൂടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും നിന്നോട് പറയും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കൂ കുട്ടി, നീ ഹാപ്പി ആയിരിക്കും. ആള് ചിരിച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സെമിത്തേരി എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഭയങ്കര സീനാണ് guys. ഒരുപാട് ജോലിയുണ്ട്. അത് ഈ കുഞ്ഞി സെമിത്തേരി തന്നെ വേണമായിരുന്നെന്നാണ്. ആ കൊച്ചിനൊന്നും ഉണ്ടായിരുന്നു ഇവിടെ. അതിന് നമ്മൾ രക്ഷിക്കാൻ വന്നിട്ട് ഇതൊക്കെ ചെയ്യണത്. ആളിവിടെ ഇല്ല ഗൈസ്. ഓക്കെ, ഇത് നമ്മളാ. അയ്യോ കണ്ട് നീ എന്തിനാ നിൽക്കണം? അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് കാല് കാണാം ഗൈസ്. തിരിഞ്ഞെന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രാർത്ഥിക്കാം. നമ്മളത് നമ്മുടെ പ്രാർത്ഥിക്കാതെ പോയി ഗൈസ്. കണ്ടു കാണൂല. ഇത് ഇവന്റെ ജോലിയാണ്. നമ്മൾ ഇവിടെ നമ്മൾ ഇത് ഒരു ക്യാൻഡിൽസ് ഇല്ലാത്തതാണ് അവൻ പ്രാർത്ഥിക്കാത്തത്. അത് മെഴുകുതിരി വെച്ചോണ്ട് അവന് പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷെ അവൻ പ്രാർത്ഥിച്ചില്ല. അവൻ പ്രാർത്ഥിക്കും. മെഴുകുതിരി കത്തിച്ചിട്ട് അവന്റെ അച്ഛൻ അവിടെ മരിച്ചത്. അപ്പൊ അവന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അവൻ ആ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവനത് കണ്ടില്ല. അതല്ല അവൻ അങ്ങ് പോയത്. നമുക്ക് അതിലേക്ക് സിലിണ്ടർ കൊണ്ടുവയ്ക്കാലോടി. അവസ്ഥ ഇതിലാവായി കറങ്ങി തിരിഞ്ഞു പോവാൻ. ഓക്കെ ഗൈസ്, ആ കൊച്ചിനൊത്തും ഉണ്ടായിരിക്കാൻ പറയടേ. പക്ഷേ ഈ കൊച്ച് അവനോട് പ്രാർത്ഥിച്ചതുമില്ല. ഇവന്റെ സ്ഥിരം പരിപാടി ഗൈസ്. അവനെ പ്രാർത്ഥിക്കാണെന്ന് നമ്മൾ ആ സ്ഥലം വെച്ചിരുന്നു. നമുക്ക് ഒരേ പരിപാടി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാം. ഇനി നമുക്ക് അവൻ അലാറം അടിക്കണമെങ്കിൽ അവൻ ആ പ്രാർത്ഥിച്ചിരിക്കും. അവനൊരു മെഴുകുതിരി കത്തിക്കാണ്ട് തീപ്പെട്ടി അവിടെ ഇടാ. തീപ്പെട്ടിയാണ് നമുക്കിനി വേണ്ടത്. പക്ഷെ അവനത് കാണുന്ന പോലുമില്ല. ഇനി അവന്റെ ജോലിയാണ് ഗൈസ് ഇത് അവൻ ചെയ്താലേ നമുക്ക്. അവൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. നമുക്കിവിടെ നിന്ന് നോക്കാം പ്രാർത്ഥിക്കുന്ന വരൂല. നല്ല ആള്. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പ്രശ്നമാണ് ഗൈസ്. അവന് പോണെങ്കിൽ ഇത് പ്രാർത്ഥിച്ചൂടെ ഗൈസ്? അതാണ്, അവൻ പ്രാർത്ഥിച്ചാലേ നമുക്ക് മാച്ച് ബോക്സ് കിട്ടത്തുള്ളൂ. ഒരു മാച്ച് ബോക്സ് കിട്ടാനുണ്ട്. അതും കൂടി ചെയ്താൽ മതി, നമുക്ക് KG കിട്ടും. സൈഡിലോട്ട് പോകും. ഓക്കെ, അവൻ പ്രാർത്ഥിക്കാനായിരിക്കും മിക്കവാറും അങ്ങോട്ട് പോയത്. ഓക്കെ ഗൈസ്, അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവൻ LKG പഠിച്ച പാട്ടാ അവന്റെ പ്രാർത്ഥന.
ആ കണ്ട്, ആള് നമ്മളെ കണ്ട്. പക്ഷെ സീനില്ല ഗൈസ്, കാരണം നമുക്കത് കിട്ടി, ആ മാച്ച് ബോക്സ് കിട്ടി. അത് വെച്ച് കത്തിച്ചിട്ട് നമുക്ക് ഓടിപ്പോയി ആ ഡോർ നോബ് അങ്ങ് എടുത്തിട്ട് വരാം. ഓക്കെ അവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു ബോംബ് പൊട്ടും. ഏത് വഴി കൂടിയാണ് ആള് വരുന്നത്? ഓക്കെ ഗൈസ്, അവിടെ ബോംബും പൊട്ടി. ഡോർ നോബ് കൂടി എടുത്തെന്നാ പോകേണ്ടത്. നമ്മുടെ കൂട്ടുകാരൻ തന്നില്ല ഒരു ഡോർ നോബ്. ഓക്കെ ഗൈസ്, ഈ ഡോർ നമ്പർ കൂടി എടുത്താണ് നമ്മൾ പോകേണ്ടത്. കേജിക്ക് കിട്ടി ഗൈസ്. എന്റെ മോന് ഈ കേജിക്ക് കിട്ടിയാൽ നമുക്ക് ആ ജയിലും തുറക്കാനും പറ്റും ഗൈസ്. അയ്യോ, ഈ സമയത്ത് തന്നെ ഇങ്ങനെ വരണം. ലാസ്റ്റ് കീ ആണ്. ആ കേജ് നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി അതിന്റെ ചാൻസ് കിട്ടും ഗൈസ് ഒരു വട്ടം കളിക്കാൻ. നമ്മളിപ്പോ സ്റ്റാറിനകത്ത് അവനെ അടച്ചിട്ടേക്കണം. നമ്മളിത് ഫ്രിഡ്ജിനകത്ത് അങ്ങോട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഫ്രിഡ്ജ് നമ്മളതിലേക്ക് നമ്മൾ പറഞ്ഞ മണ്ണുടിപ്പിട്ടാനാ നമ്മള്. ആ സമയത്ത് എൻ്റെ നെഞ്ചങ്ങ് ഇടിച്ച്. ഓക്കെ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഐസ്ക്രീം മാൻ ഇവിടെ വന്ന് ഉറങ്ങും. ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു കീ വേണം. കീ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം കീ വെച്ചിട്ടല്ലേ? ഇപ്രാവശ്യം കീ വെച്ചിട്ടല്ല, കീ അല്ല ഗൈസ്. അത് ഐസ്ക്രീം മാൻ ഇങ്ങോട്ട് പോകണം. നമുക്കൊരു ഹാമറാ മറ്റേ വേണം. അല്ല, ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഈ ഓടിഞ്ഞ മണ്ടയിലെത്തി. ഈ നമ്മൾ ആളെവിടെ പോയി നോക്കി നിന്നിട്ട് നേരെ നമുക്ക് സെമിത്തേരി പോകണം. എന്തിനാ കീ എടുത്താൽ നമുക്ക് രക്ഷപ്പെടാം. ആൾ ഉറങ്ങട്ടെ ഗൈസ്, ഉറങ്ങണായിരിക്കും നല്ലത്. ആൾ ഉറങ്ങുന്നില്ല ഗൈസ്. അവൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങലല്ലാതെ അവൻ ഉറങ്ങുന്നില്ല. അവൻ അങ്ങോട്ട് പോകണുണ്ട്. അവൻ ഉറങ്ങുമ്പോൾ നമുക്ക് പോവാം. ഇപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങി ചിലപ്പോൾ സീനാവും. ഉറങ്ങ് അങ്ങനെ ഉറങ്ങ്. ഓക്കെ ഗൈസ്, ആ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ നമുക്ക് ഇനി കുറച്ച് നേരം പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണ് പോകേണ്ടത്? സെമിത്തേരി. ഓക്കെ, നമ്മൾ സെമിത്തേരി പോവുകയാണ്. സെമിത്തേരി പോയി ആ കേജിക്ക് എടുത്താൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് വരാം. എടുത്ത് ഇവിടെ വരെ വന്നല്ലോ. അതാണ്. ഓക്കെ ഗൈസ്, പിന്നെ സെമിത്തേരിയിലേക്ക് വന്നു. എന്തല്ലേ ഇതിലൊക്കെ സംഭവിക്കണ? ഇവിടെയല്ല ഇവിടെ ഒന്നല്ലേ നമ്മൾ ഡ്രോപ്പ് ചെയ്തത്? അതാണ്. ഇവിടെ ഇല്ലല്ലോ കേജിക്ക്. ഇവിടെ എപ്പോഴെങ്കിലും ഉണ്ടാവടെ? ഇല്ല, ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കേജിക്ക് കിട്ടി. നമുക്ക് നമ്മളെ പഴയ സ്ഥലത്തോട്ട് പോകാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജയിച്ച് നമ്മളെ കിഡ്നാപ്പർ തട്ടിക്കൊണ്ടുപോയ ആ കുട്ടിയെ നമ്മൾ രക്ഷിച്ച് കഴിഞ്ഞിട്ടാണ്. നമ്മൾ അന്ന് രക്ഷിച്ച ചെറുക്കൻ അന്യത്തിയാണ്. ഓക്കെ, ഇത് നമ്മൾ പുറത്ത് കാടി. അവളെ ചാടില്ല ഗൈസ്. അവൾക്ക് ചാടാൻ ഭയങ്കര പേടിയാണ്. അതാണ് അവൾ നമുക്ക് സമ്മാനം തന്നേട്ടാ, പാലും മുട്ടയും. ഓക്കെ ഗൈസ്, നമ്മൾ നേരത്തെ നമ്മളെ പെർഫ്യൂം കൊടുത്തവൻ അവനിത് കണ്ടു ഗൈസ്. കണ്ണതിന്റെ അനിയത്തിയല്ലേന്ന് അവൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊരു അവസാനം വന്നില്ല. നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇതിന് ആ പെർഫ്യൂമിന് എന്തെങ്കിലും എഴുതി കൊടുത്തു. ഓക്കെ ഗൈസ്, ഇതൊരു ലവ് ലെറ്റർ ആണ് ഗൈസ്. ഇവന്റെ കൂട്ടുകാരന് അവളെ ഇഷ്ടമാണ്. അവന്റെ കൂട്ടുകാരന്റെ അനിയത്തെ ഇവന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവന്റെ പേര് മൈക്കെന്നാണ് വേണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ ജയിച്ചിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മിക്സി ഉണ്ട്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ നമ്മൾ പാലുമുട്ടയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ കളിക്കാനുള്ളത് ഐസ്ക്രീം മാൻ 3 ആണ് ഗൈസ്. ഇതുവരെ ലൈക്ക് അടിക്കാത്തവെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് 300 ലൈക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 300 ലൈക്കാണ് നമ്മൾ ഗ്രാനിറ്റി അല്ലെങ്കിൽ ഐസ്ക്രീം മാൻ 3 സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.